കൊൽക്കത്തയിലെ PG ഡോക്ടറുടെ കൊലപാതകത്തിനെതിരായ പ്രതിഷേധത്തിൽ വ്യാപക അക്രമം. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ BJP പ്രവർത്തകർ നുഴഞ്ഞുകയറിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസിന് നേരെ BJP പ്രവർത്തകർ കല്ലെറിഞ്ഞതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. അതേസമയം മുഖ്യപ്രതി സഞ്ജയ് റോയ് സംഭവ ദിവസം സഞ്ചരിച്ചത് പോലീസ് കമ്മീഷണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ബൈക്കിലെന്നാണ് സൂചന. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും സ്വാതി ചേരുകയാണ്. സ്വാതി, കൊൽക്കത്തയിലെ PG ഡോക്ടറുടെ കൊലപാതകത്തിനെതിരായ പ്രതിഷേധത്തിൽ വ്യാപക അക്രമമാണ് നടക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ BJP പ്രവർത്തകർ നുഴഞ്ഞു കയറിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ബിനു, കൊൽക്കത്തയിൽ PG ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. എന്നാൽ ആ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമാവുകയായിരുന്നു. ഈ പ്രതിഷേധത്തിലേക്ക് BJP പ്രവർത്തകർ നുഴഞ്ഞു കയറിക്കൊണ്ട് അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധ മാർച്ചിന്, അതായത് മമതാ ബാനർജി രാജിവെക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധിച്ചത്. എന്നാൽ ഈ പ്രതിഷേധത്തിന് കൊൽക്കത്ത പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന് സെക്രട്ടേറിയറ്റിന് ചുറ്റും വലിയ തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ട് 60,000-ഓളം പോലീസുകാരെയാണ് സെക്രട്ടേറിയറ്റിന് ചുറ്റും വിന്യസിച്ചിരുന്നത്. എന്നാൽ ഈ ബാരിക്കേഡുകളൊക്കെ തകർക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർക്കുകയും അതിന് പിന്നാലെ പോലീസ് ഇവർക്ക് നേരെ ലാത്തി വീശുകയും ഗ്രനേഡ് അടക്കം പ്രയോഗിക്കുകയും ചെയ്തു. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് അരങ്ങേറുന്ന സ്ഥിതി തന്നെയാണ്. എന്നാൽ മമതാ സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് മമതാ സർക്കാർ നടത്തിയതെന്നും തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമായി നടക്കുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ അതിനിടെയാണ് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള സഞ്ജയ് റോയ് സംഭവ ദിവസം സഞ്ചരിച്ചത് പോലീസ് കമ്മീഷണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഈ കമ്മീഷണറാണ് ഈ വിദ്യാർത്ഥിയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയതെന്നും ഇയാൾക്ക് മമതയുമായി വലിയ തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിഷേധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രതിഷേധത്തിന്റെ മറവിൽ വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ തന്നെയാണ് BJP ഈ സംസ്ഥാനത്തുടനീളം നടത്തി വരുന്നത്. ക്രമസമാധാന പ്രശ്നം വലിയ തരത്തിൽ സംസ്ഥാനത്തെ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മമതാ സർക്കാരിന് ഈ ക്രമസമാധാനം പരിപാലിക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായെന്നുള്ള ആരോപണങ്ങളും ശക്തമാകുന്നുണ്ട്. ബിനു, കൊൽക്കത്തയിലെ PG ഡോക്ടറുടെ കൊലപാതകത്തിനെതിരായ പ്രതിഷേധത്തിൽ വ്യാപക അക്രമം. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ BJP പ്രവർത്തകർ നുഴഞ്ഞു കയറിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസിന് നേരെ BJP പ്രവർത്തകർ കല്ലെറിഞ്ഞതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശുന്ന സാഹചര്യമുണ്ടായി. അതേസമയം മുഖ്യപ്രതി സഞ്ജയ് റോയ് സംഭവ ദിവസം സഞ്ചരിച്ചത് പോലീസ് കമ്മീഷണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ബൈക്കിലെന്നും സൂചന. വിവരങ്ങളാണ് സ്വാതി നൽകിയത്.